ഈ പൊളിച്ചു മാറ്റിയതിന് ഞങ്ങൾ ഏത് രീതിയിലായിരുന്നാലും എല്ലാ രീതിയിലും ഞങ്ങൾ അതിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അധികാരികൾ അത് കണ്ണടച്ചു കൊടുക്കാനുണ്ടായത്. ഇപ്പോൾ അതിനെതിരെ ഒരു നടപടി ഉണ്ടായതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പത്രികയുടെ മറവിൽ ഇവിടെ നിന്ന് ഒളിച്ചു കടത്തിയിട്ടുണ്ട്. അതിപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇദ്ദേഹവും സംഘാംഗങ്ങളും ചേർന്നിട്ടാണ്. എൻ്റെ ഷോപ്പിൽ തന്നെ 3ഓളം അക്രമ സംഭവങ്ങൾ ഇയാളുടെ സംഘാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് കുറച്ച് പേര് എതിർപ്പ് പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പേര് മാത്രമാണ്. അല്ലാതെ ഇവിടുത്തെ വ്യാപാരികളല്ല. ഇവിടുത്തെ വ്യാപാരികൾക്ക് ഇതിൽ സന്തോഷമാണ്. ഇവിടുത്തെ വ്യാപാരികളെ ആക്രമിച്ചിട്ടുണ്ട്, യൂണിയനിലെ പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഒരുപാട് പരാതികളുള്ളതാണ് ഇയാൾക്ക്. രാത്രിയിലാണ് ഈ 6 ഷോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. 6 ഷോപ്പും രാത്രിയുടെ മറവിൽ നിർമ്മിച്ച ഷോപ്പാണ്. ഒരു 20 വർഷത്തോളമായിട്ട് ഈ കരാറുകാരൻ്റെ ഗുണ്ടായിസം ഈ പാളയം മാർക്കറ്റിലുണ്ട്. സമയത്ത് പൊളിച്ചതിൻ്റെ വേസ്റ്റ് കൊണ്ടിട്ട് കരാറുകാരൻ ഉണ്ടാക്കിയ 6 കടകളാണ്. അതിൽ 2 നേരത്തെ പൊളിച്ചിരുന്നു. ഈ 4 അതിൽ ബാലൻസ് ഉണ്ടായിരുന്ന 4 ഷോപ്പാണ് ഇവിടെ പൊളിച്ചത്. അത് കോർപ്പറേഷനുമായിട്ടുള്ള ഇവിടുത്തെ വ്യാപാരികളായിട്ടുള്ള 3 പേര് ഇതിനുള്ളിൽ ഇരിക്കാനുള്ള താൽക്കാലിക ബിൽഡിങ്ങിനുള്ളിൽ ഇരിക്കാനായിട്ടുള്ള സൗകര്യമില്ലാത്തതിനാൽ പുറത്ത് ഇയാൾക്ക് വാടക കൊടുക്കും. ഡെയിലി 1000 രൂപ 500 രൂപ ഡെയിലി വാടക കൊടുത്തിരിക്കുന്നതാണ്. അല്ലാതെ ഈ ബിൽഡിങ്ങുമായിട്ട് ഇത് നിർമ്മിച്ചത് രാത്രിയിലാണ്. ഈ 6 ഷോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. 6 ഷോപ്പും രാത്രിയുടെ മറവിൽ നിർമ്മിച്ച ഷോപ്പാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലിൽ ഇയാളുടെ സ്വാധീനത്തിൻ്റെ ബലത്തിലാണ് ഇത് ഇത്രയും കാലം ഞങ്ങൾ ഇതിനെതിരെ കഴിഞ്ഞ കൗൺസിലിരുന്ന സമയത്ത് സെക്രട്ടറിക്കും കഴിഞ്ഞ അധികാരികൾക്കെല്ലാം ഞങ്ങൾ പരാതി കൊടുത്തതായിരുന്നു. ആ സമയത്ത് പൊളിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പൊളിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുമാത്രമല്ല, പാളയം മാർക്കറ്റിൽ കാലാകാലമായിട്ട് ഈ കരാറുകാരൻ്റെ ഒരു 20 വർഷത്തോളമായിട്ട് ഈ കരാറുകാരൻ്റെ ഗുണ്ടായിസം ഈ പാളയം മാർക്കറ്റിലുണ്ട്. അനധികൃതമായ പണപ്പിരിവും പിന്നെ രാത്രികാലങ്ങളിൽ ഇവിടെ വെച്ചേക്കുന്ന മീൻ മോഷണം, 10,000 20,000 രൂപ വില വരുന്ന മീൻ മോഷണം പാളയമായി. അപ്പോൾ ഇവിടുത്തെ CCTVകളെല്ലാം ഉണ്ട്, പക്ഷേ ഒന്നും വർക്ക് ചെയ്യിച്ചിട്ടില്ല. അതിനും ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ ഇയാളുടെ സംഘാംഗങ്ങൾക്ക് ഇവിടെ കൂടാനും മദ്യപിക്കാനും ഇവിടെ പണപ്പിരിവ് നടത്താനും എല്ലാം ഉള്ള സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന അധികാരികൾ അത് കണ്ണടച്ചു കൊടുക്കാനുണ്ടായത്. ഇപ്പോൾ അതിനെതിരെ ഒരു നടപടി ഉണ്ടായതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പാളയം മർച്ചൻ്റ് അസോസിയേഷൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ പാളയം കൗൺസിലർ ഷേർലി ചേച്ചി, മേയർ VV രാജേഷിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. 2023 ശേഷം ഈ പാളയം മാർക്കറ്റ് ലേലം ചെയ്തിട്ടില്ല. കൗൺസിൽ യോഗ തീരുമാനമെന്ന പ്രകാരം ഇയാൾക്ക് തന്നെ വീണ്ടും കരാർ പുതുക്കി കൊടുക്കുന്നതല്ലാതെ ഈ 2023 ശേഷം ഇത് കരാർ പുതിയ ലേലം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് 31 ഈ ലേലം തീയതി അവസാനിച്ചതിന് ശേഷവും ഇയാൾ 2 മാസത്തോളം ഇവിടെ അനധികൃതമായിട്ട് പിരിക്കുന്നതൊന്നും കറക്റ്റ് കോർപ്പറേഷൻ പറഞ്ഞിട്ടുള്ള വാടകയല്ല. 500 രൂപയും 700 രൂപ 1000 രൂപയൊക്കെയാണ് ഡെയിലി ഓരോരുത്തർക്ക് വാങ്ങിക്കൊണ്ടിരുന്നത്. അതായത് പാളയം മാർക്കറ്റ് പൊളിച്ചു മാറ്റിയപ്പോൾ പുതിയ താൽക്കാലികമായിട്ട് വന്ന ബിൽഡിങ്ങിൽ ഇരിക്കാനുള്ള സൗകര്യമില്ല. അത് കാരണം ഉള്ള സൗകര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ഇരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് 1000 രൂപയോളം വാടക വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുറകിലോട്ടിരിക്കുന്നവർക്ക് ഇങ്ങനെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അതുപോലെ പൊതു കണക്ഷനിൽ നിന്ന് ഒരു ബൾബിന് യൂസ് ചെയ്യുന്നതിന് 500 രൂപയാണ് റെൻറ്റ് വാങ്ങിക്കൊണ്ടിരുന്നത്. 2 ബൾബ് കിട്ടുന്നവർക്ക് 1000 രൂപ. ഓരോരുത്തർക്കും ഇവിടെ അനധികൃതമായിട്ട് കടകൾ കെട്ടിക്കൊടുക്കുന്നതിന് 10,000 20,000 രൂപ ഇയാൾ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുടെ പ്രാരംഭഘട്ടമായിട്ട് ഞങ്ങളിതിനെ കാണുന്നുള്ളൂ. പാളയം മർച്ചൻ്റ് അസോസിയേഷൻ എല്ലാ രീതിയിലും ഇതിന് സപ്പോർട്ട് ചെയ്യും. ഞങ്ങളുടെ വ്യാപാരികൾക്ക് സമാധാനവും സന്തോഷവും സൗകര്യപ്രദവുമായിട്ട് പാളയത്തിരുന്ന് വ്യാപാരം നടത്തുവാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ അധികാരികളിൽ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഈ പൊളിച്ചു മാറ്റിയതിന് ഞങ്ങൾ ഏത് രീതിയിലായിരുന്നാലും എല്ലാ രീതിയിലും ഞങ്ങൾ അതിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. സന്തോഷ്. ഇപ്പോൾ കരാറുകാരൻ ഒളിവിലാണ്. നമ്മുടെ ED കേസിൽ ഒളിവിലാണ്. ലുക്കൗട്ട് നോട്ടീസ് ഉണ്ട്, പോലീസിൻ്റെ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ട്. ഞങ്ങൾ ഇയാൾക്കെതിരെ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DGPക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. DGPക്ക് ഞങ്ങൾ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇയാൾ ഒരുപാട് ഇവിടുത്തെ വ്യാപാരികളെ ആക്രമിച്ചിട്ടുണ്ട്, യൂണിയനിലെ പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഒരുപാട് പരാതികൾ ഉള്ളതാണ് ഇയാൾക്കെതിരെ. അപ്പോൾ ഇതിന് അവസാനമായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പൂർണ്ണമായിട്ടും ഇവിടെ ഇതിലൊരു 3 കച്ചവടക്കാർ ഇതിനകത്ത് വാടക കൊടുത്ത് ഇരിക്കുന്നത്. ചേട്ടാ
3 കച്ചവടക്കാർ ഇതിനുള്ളിൽ വാടക കൊടുത്ത് ഇയാൾക്ക് വാടക കൊടുത്തിരുന്ന കച്ചവടക്കാരുണ്ട്. അവർക്കൊരു പകരം സംവിധാനം ഒരുക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിൽ നേരത്തെ നമ്മുടെ സാബു ചേട്ടനായിരുന്നു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം വിട്ടിട്ട് സിനിമാ ഫീൽഡിലേക്ക് പോയതിനു ശേഷം ഇയാളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഷോപ്പിൽ തന്നെ ഒരു 3ഓളം അക്രമ സംഭവങ്ങൾ ഇയാളുടെ സംഘാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് ഞങ്ങൾ കേസിന് പോയി. ഇവിടെ ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ ഒരു കേസ് ഇങ്ങനെയാണ്. ഒരു മോഷണം നടന്നപ്പോൾ എൻ്റെ ഷോപ്പിനടുത്തുള്ള ഒരു ഷോപ്പിൽ മോഷണം നടന്നപ്പോൾ ആ മോഷണം പോലീസിന് CCTV ഫുട്ടേജ് കൊടുത്തു എന്നുള്ളതാണ് ഒരു വട്ടം ഇത് അക്രമം ഉണ്ടാകാനുള്ളൊരു കാര്യം. ഇതുപോലെയാണ് ഇപ്പോൾ ഗുണ്ടാപ്പിന് കൊടുത്തില്ലെങ്കിൽ ഇയാൾ കടയ്ക്ക് മുന്നിൽ ഇയാളുടെ സംഘാംഗങ്ങൾ കൊണ്ടുവന്നൊരു പൂട്ടിൻ്റെ മേളിൽ വേസ്റ്റ് കൊണ്ടുവരിക. പിന്നെ ഇവിടുത്തെ പാളയം മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ മോഷണം പോകുന്ന മത്സ്യങ്ങൾക്ക് ഒരാളുടെ അടുത്ത്, അതായത് ഉണക്കമീൻ വിൽക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു രാത്രിയിൽ 30,000 രൂപയുടെ മീനാണ് മോഷണം പോയത്. 30,000 രൂപയുടെ. അപ്പോൾ അത് എങ്ങനെയൊക്കെ പിന്നീട് ഇവർ കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കി തീർത്തു. ഇതുപോലെ ഒരുപാട് പരാതികളൊക്കെ അതെ, ഈ ED കേസിൽ ഇപ്പോൾ ഒളിവിലാണ്. അദ്ദേഹം ഇവിടെ ഗൗരീശപട്ടം ആ ഭാഗത്തുള്ള എന്നാണ് അറിയുന്നത്. അപ്പോൾ നേരത്തെ ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് ഈ പാളയം മാർക്കറ്റിൽ സമാധാനമായിട്ട് വ്യാപാരം നടത്താൻ ഇവിടുത്തെ വ്യാപാരികൾക്ക് കഴിയണം. മറ്റുള്ളവരുടെ ഭീഷണിയുടെ പുറത്താണ് ഇപ്പോൾ കുറച്ച് പേര് എതിർപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പേര് മാത്രമാണ്, അല്ലാതെ ഇവിടുത്തെ വ്യാപാരികളല്ല. ഇവിടുത്തെ വ്യാപാരികൾക്ക് ഇതിൽ സന്തോഷം വേണം. എത്രയാണ് ലേലം പോണത്? എത്ര കോടി രൂപയ്ക്കാണ് ഇത് ലേലമൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, മുമ്പ് കൊടുത്തിരുന്ന എമൗണ്ട് എനിക്ക് കറക്റ്റ് ചെയ്തില്ല. വളരെ തുച്ഛമായിട്ട് എമൗണ്ട് പോകുന്നത്. 2023 മുതൽ ലേലം ചെയ്തിട്ടില്ല. മാത്രമല്ല, പാളയം മാർക്കറ്റിൻ്റെ നേരത്തെ 301 ഷോപ്പുകൾ പാളയം മാർക്കറ്റിലുണ്ടായിരുന്നു. ഒരു 3000 സ്ക്വയർ ഫീറ്റിന് മേളിലുള്ള 2 മത്സ്യ വിപണന കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഒരു വിശ്രമ മുറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം പൊളിച്ചതിൽ മെറ്റൽ സ്ട്രക്ചറാണ്. റെയിൽവേ പാളത്തിൻ്റെയും ഷീറ്റുമിട്ട ഷട്ടറിട്ട കടമുറികളായിരുന്നു. ഈ കടമുറികളെല്ലാം പൊളിച്ചിട്ട് രാത്രിയുടെ മറവിൽ ഇവിടെ നിന്ന് ഒളിച്ച് കടത്തിയിട്ടുണ്ട്. അതിപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇദ്ദേഹവും സംഘാംഗങ്ങളും ചേർന്നിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ തിരക്കിയപ്പോൾ 80 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇവർ ആക്രിക്കടയിൽ കൊണ്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് ഇത് തേച്ചുമാച്ച് കളയാനായിട്ട് രഹസ്യമായിട്ട് 2 വട്ടം മറ്റുള്ള ബാലൻസ് വന്ന കുറച്ച് ഐറ്റംസ് ലേലം ചെയ്യാൻ ശ്രമിച്ചു. കഴിഞ്ഞ ഈ 29-ാം തീയതിയും അങ്ങനെ ലേലം ചെയ്തു. ഞങ്ങളത് തടഞ്ഞ് അതിനെതിരെ പരാതി മേയർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറവിൽ ഒരുപാട് അഴിമതികളും ഗുണ്ടായുസങ്ങളും ഈ പാളയം മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനൊരു ശമനം വന്നേക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.